ശ്രീ ജിൻഡോ ജോൺ അതിശക്തമായി ഇന്നലെയും ഇന്നും രണ്ട് വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് വി ഡി സതീശൻ ആവർത്തിച്ചെങ്കിൽ എന്തിന് കെ സുധാകരൻ, എന്തിന് രമേശ് ചെന്നിത്തല, എന്തിന് കെ മുരളീധരൻ, എന്തിനൊരു പരിധിവരെ അടൂർ പ്രകാശ് അൻവർ വേണമെന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു? ശ്രീ വേണു, ഇതിൽ വി ഡി സതീശൻ എപ്പോഴെങ്കിലും അൻവർ യു ഡി എഫിന്റെ ഭാഗമാകേണ്ട, അൻവറിനെ വേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ശരിയാണ് ചോദ്യം. ഒരു സെക്കൻഡ് ജിൻഡോ, ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല. അങ്ങ് ആ പറഞ്ഞ ആദ്യത്തെ വാചകം ശരി തന്നെയാണ്. പക്ഷെ അവിടെ എല്ലാ കാര്യങ്ങൾ തീർന്നിരിക്കുന്നത്, അവിടെ എല്ലാ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി അൻവറാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറയേണ്ടത് കാര്യങ്ങൾ. അപ്പോൾ യു ഡി എഫിന് നിലപാട് പറയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അന്തിമ വാക്ക് സതീശൻ്റേതല്ല എന്ന് കെ സുധാകരൻ അടക്കമുള്ളവർ പ്രതികരിച്ചാണ് ഈ കാര്യങ്ങളിൽ മറ്റൊരു തലം ഉണ്ടായിരിക്കുന്നത്. അതാണ് എൻ്റെ ചോദ്യം. അല്ല, വി ഡി സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ തന്നെ അദ്ദേഹം തുടർന്ന് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്. അടുത്ത ദിവസം തന്നെ യു ഡി എഫ് 2 ദിവസത്തിനുള്ളിൽ യു ഡി എഫ് അക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനം പറയുമെന്ന് പറഞ്ഞത്. വി ഡി സതീശൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ഈ തീരുമാനമെടുക്കുന്നതെന്ന്? കൂട്ടായ തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. KPCC പ്രസിഡന്റും യു ഡി എഫ് നേതൃത്വവും ഉന്നത നേതൃത്വങ്ങളുമായിട്ട് കൂട്ടായ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ലോ, ഒരു സെക്കൻഡ്. സതീശൻ ഒറ്റയ്ക്കാണ് തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കെ സുധാകരനെ അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ്? സുധാകരനുള്ള ചോദ്യമായിരുന്നു. ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് അനുഭാവപൂർവ്വം സ്വീകരിച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് എന്തായിരുന്നു കെ സുധാകരൻ്റെ മറുപടി എന്ന് ഞാൻ പറയാം. ആ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിനു പുറത്ത് തീരുമാനമെടുക്കും. വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലും ഉണ്ടാകും. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡം എന്ന് ചിന്തിക്കുന്നത് തെറ്റ്. നമുക്ക് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കുന്നതാണ് ഫൈനൽ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരിക്കുക. ഇത് ആരെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് ജിൻഡോ? ഇതില് ഈ അഭിപ്രായത്തിന് വിഘാതമായിട്ടുള്ള ഒരു അഭിപ്രായം വി ഡി സതീശനും പറഞ്ഞിട്ടില്ലല്ലോ. വി ഡി സതീശനും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാരുമായിട്ട് കൂടി എന്റെ ജിൻഡോ, ഇതൊക്കെ വ്യക്തിപരമായ അഭിപ്രായമാണ് സതീശന്റേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുധാകരൻ. അങ്ങേക്ക് മലയാളം മനസ്സിലാകുന്നില്ല എന്നുണ്ടോ? ആര് പറഞ്ഞു? അല്ല വേണു, അല്ല വേണു, വേണുവിന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന വി ഡി സതീശന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും പറയില്ല. അല്ലല്ല, ഒരു സെക്കൻഡ്. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല വേണു, അങ്ങനെയല്ല വേണു. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല. വേണു, അതിന്റെ അർത്ഥം എന്താ? പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലെന്നേ. ഞാൻ അത് തന്നെയല്ല ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല എന്നല്ല അതിന്റെ അർത്ഥം. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അല്ല ജിൻഡോ, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ചോദ്യ ഉത്തരവ് ഞാൻ വായിച്ചതല്ലേ? ചോദ്യ ഉത്തരവ് ഞാൻ വായിച്ചതല്ലേ? തീരുമാനം എടുത്തായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചോദ്യ ഉത്തരവ് ഞാൻ വായിച്ചതല്ലേ സാർ? അല്ലല്ല, ചോദ്യ ഉത്തരം വായിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട് വേണു. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു തീരുമാനം സ്വമേധയാ പറഞ്ഞതോ? ശരി, ശ്രീ എൻ ലാൽകുമാർ, ഞാൻ ആ ചോദ്യവും അതിന് സുധാകരൻ നൽകിയ ഉത്തരവും വടിവൊത്ത ഭാഷയിൽ ഇവിടെ ആവർത്തിച്ചു. എന്നിട്ട് ജിൻഡോയ്ക്ക് അല്ല, ഒരു സെക്കൻഡ് ജിൻഡോയ്ക്ക് പൊതുമധ്യത്തിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വാദഗതിയാണോ ഇവിടെ നിരത്താൻ പറ്റിയത്? എനിക്ക് അവിടെ ഒരു സംശയം ബാക്കി കിടക്കുന്നു. അത് നമ്മൾ തമ്മിലുള്ള തർക്കമാക്കി ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. വരാം 30 അല്ല 1 മിനിറ്റ് തരും. ലാലെ അല്ല, അടുത്ത ആളിലേക്ക് പോയി അങ്ങയുടെ അവസരം ഒന്നും നിഷേധിക്കുകയല്ല. ലാലെ, ഇവിടെ